സംവിധായകൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര. പലേരി മാണിക്യം സിനിമയുടെ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. സംഭവത്തെക്കുറിച്ച് താരം തന്നോട് പറഞ്ഞിരുന്നതായി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് പറയുന്നു. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോഷി ജോസഫ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ദുരനുഭവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ നടിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് എന്നാണ് അതിൻ്റെ ആ ഒരു കോണ്ടസ്റ്റ് എവിടെ വെച്ചായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ താങ്കളോട് ഈ താരം തുറന്നു പറയുന്നത് എന്താണ്? ഞാൻ കൊച്ചി കൽക്കട്ടയുമായിട്ട് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്ന് കൽക്കട്ടയിലായിട്ട് 14 കൊല്ലമായി. അപ്പോൾ അങ്ങനെയാണ് ശ്രീലേഖ മിത്രയെ രഞ്ജിത്ത് സിനിമയിലേക്ക് കൂട്ടിച്ചു കൊടുത്തത്. അന്ന് ഞാൻ കൊച്ചിയിലുണ്ട്. കാലത്ത് ഇവർ വിളിക്കുമ്പോൾ ഇവരുടെ ശബ്ദം വല്ലാതിരിക്കുന്നു. ഞാൻ കൊച്ചിയിലുണ്ട്, ക്യാൻ യു കം ഹിയർ എന്ന് പറയുന്നു. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് ഈ DDNSന്റെ അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി അവരെ കാണുന്നു. അവരെന്നെ പെട്ടെന്ന് ഐ വോണ്ട് എസ്കേപ്പ് ഫ്രം ഹിയർ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഇവിടെ താമസത്ത് തന്നെയുള്ള എൻ്റെ അമ്മയ്ക്ക് എന്നുണ്ട്. അവരുമായിട്ട് അമ്മച്ചോട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നില്ല. അവരെന്നോട് തട്ടിക്കയറിയത് ഞാൻ കൂടി ഇതിന് ഉത്തരവാദി എന്ന മട്ടിലാണ്. അതായത് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീ അവൈലബിൾ ആണ് എന്നാണ് നിങ്ങൾ മലയാളി പുരുഷന്മാർ വിചാരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അന്ന് തന്നെ എന്നോട് പറഞ്ഞതും ഞാൻ അവരെ ഇവിടെ ശാന്തയായ ഭക്ഷണം കൊടുത്ത് കിടത്തി അവർ കിടന്ന് ഉറങ്ങുന്നു. അതിനുശേഷം അവർ തന്നെ തിരിച്ച് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് പോകുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം അതിനുശേഷം ഫാദർ അഗസ്റ്റിൻ വട്ടോലി, എഴുത്തുകാരി KR മീര, ഇവർക്കെല്ലാം അതിനുശേഷം ഞാൻ പറഞ്ഞ് 12 കൊല്ലം മുമ്പേ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. തീർച്ചയായും ജോഷി ജോസഫ്, അതായത് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഒരു വിഗ്രഹത്തെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിംബങ്ങളൊക്കെ ഇത്തരത്തിൽ ഉടഞ്ഞു വീഴുന്ന തരത്തിലേക്ക് അവരുടെ ചരിത്രം മാറുന്നു, മലീവസമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചോളം അത് നമ്മൾ ഗൗരവമേറിയ ഒരു വിഷയമായി മാറുന്നുണ്ട്. കാരണം അന്നത്തെ സംവിധായകനല്ല രഞ്ജിത്ത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഗൗരവത്തോടുകൂടി ഇത് എടുക്കേണ്ടതാണ്. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ, തനിക്കുണ്ടായ ഹൃദയത്തിലേറ്റ മുറിവ് എന്ന തലത്തിലാണോ പ്രതികരണം ഉണ്ടായത് ആ നടിയിൽ നിന്നും? കാരണം താങ്കൾ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, മലയാളികൾക്ക് കൂടി ഉണ്ടാകുന്ന ഒരു അപമാനമായി ഇത് മാറുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയ. അതെ, ഇത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുണ്ട്. പാവങ്ങളുടെ എനിക്ക് ഇപ്പൊ പുറത്തു വരുന്നത് കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ കൊച്ചിയിലുണ്ടാകുന്ന കാര്യമില്ല. കപ്പംകുടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ഞാൻ ഇവിടെ പെട്ടുപോയതാണ്. അത് ഞാനിപ്പോ കൊൽക്കട്ടയിലായിരുന്നു തന്നെ. അന്ന് ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു വളരെ ആനുഷംഗികമായി ആക്സിഡന്റ്